Okay, so good evening and welcome back. This is your third day, അല്ലെ? മൂന്നാമത്തെ ദിവസമാണ്. അപ്പോ ഇന്ന് നമ്മൾ ആ ഒരു ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഭാഗമായിട്ട് കുറച്ചും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും അത് എന്താ പറയേണ്ടത്, പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരിക. ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്ന നോട്ട്സിനകത്ത് ഈ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്ന് ചർച്ച ചെയ്തും കൂടെ പോകണം. അപ്പോഴാണ് അതൊന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ 10 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തൊരു 4-5 ഡിസ്കസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് അന്നേരം ആൻസേഴ്സ് തനിയെ ഉണ്ടാക്കാനുള്ള ആ ഒരു കാലിബർ ബിൽഡ് ആകും. അപ്പൊ ഒന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? ഓക്കെ. മറ്റൊന്ന്, ഏറ്റവും വലിയ പോരായ്മ, വീക്ക്നെസ് എന്താണ്? ഓക്കെ. ആൻഡ് ഇവിടെ വൈ ഷുഡ് വി ഹയർ യു, അല്ലെങ്കിൽ വൈ ഡു യു തിങ്ക് യു ആർ സൂട്ടബിൾ ഫോർ ദിസ് പൊസിഷൻ, ഈ ഒരു ജോബിന് നിങ്ങൾ എന്തുകൊണ്ട്? അതിന് പകരം നിങ്ങളോട് പി എസ് സി ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സർക്കാർ ജോലി ആവശ്യമാണ്, അല്ലെങ്കിൽ സർക്കാർ ജോലി എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പൊ നമ്മളിതും ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ആ ജോലിയുടെ എന്താ പറയണ്ട, സാലറി പോലെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് പറയേണ്ടത്. മറ്റ് കാര്യങ്ങൾ, അതായത് എനിക്ക് ഒരു സർക്കാർ ജോലി, ഒരു ഗവൺമെന്റ് ജോബിലേക്ക് വരുന്നതിന് ഒരുപാട് അധികം താല്പര്യമുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ നാലാമത്തെ ചോദ്യം, അതും നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യന് റിലവന്റ് ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രൊമോഷൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ അത് ഒരു സീനിയോറിറ്റി അനുസരിച്ചാണല്ലേ ഗവൺമെന്റ് ജോബ്സിൽ ആ ഒരു പ്രൊമോഷൻസ് ഒക്കെ വരിക. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ജോലിയിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാമോ? ആ ഒരു സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്തു എന്നൊക്കെയുള്ളത്. ആറാമത്തത്, അത് ഏകദേശം നമുക്ക് ആ ഒരു മൂന്നാമത്തെ ചോദ്യമായിട്ട് ക്ലബ് ചെയ്യാം ആറാമത്തെ ചോദ്യത്തിനെ. അപ്പോ എന്താ പറയേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഈ ജോലി വിടുന്നു? അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിലുള്ള ജോലി വിടുന്നത് എനിക്ക് എന്റെ ഫ്യൂച്ചർ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ജോലിയിലേക്ക് കയറാനായിട്ട്, അതായത് ഒരു ഗവൺമെന്റ് ജോബിലേക്ക് പോകാൻ. ഇപ്പൊ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ബെറ്റർ ആണല്ലോ പ്രൈവറ്റ് സെക്ടറിലെ ജോബ്സിനേക്കാളും, അത് നമുക്ക് പറയാം. പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണ് പറയുന്നതെന്ന് നോക്കിക്കോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി ഇപ്പൊ വിടുന്നു എന്ന് ചോദിക്കുന്നതിനാണ് അത് വരുന്നത്. ഇനി നമുക്ക് ഒരുപാടധികം സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻസിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. ആൻഡ് ഹാവ് ദർ ബീൻ ടൈംസ് വെൻ യു ഹാവ് ഗോൺ അബവ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഏതൊരു ജോലിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പ്രതീക്ഷയ്ക്ക് അപ്പുറം നമുക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ, നമ്മൾ പോയിട്ടുണ്ടോ, നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് എന്താ പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാധാരണ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ അതിലും ഉപരിയൊക്കെ നമുക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിപ്പം ബേസിക്കലി നമുക്ക് ആ ഒരു ജോബിനോട് നല്ല പാഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഈ ഒരു ചോദ്യം. സാലറി എക്സ്പെക്ടേഷൻസ് ഒരു കാരണവശാലും നിങ്ങളോട് ചോദിക്കില്ല, കാരണം സാലറി അവർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാ. അത് നോൺ നെഗോഷിയബിൾ ആണ്. അതിനി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പത്താമത്തെ ഒരുപക്ഷെ അവർ ചോദിക്കാം, ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്നുള്ളത് പത്താമത്തെ അവർക്ക് ചോദിക്കാനുള്ള സാധ്യതയാണ്. ഇനി ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളത്. ഓക്കെ. അപ്പോ ഇത് നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്, ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിരിക്കും ആൻസർ. ഈ വക ചോദ്യങ്ങൾക്ക് ഇത് നമ്മുടെ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഇതിന് ഒരു റൈറ്റ് ആൻസർ, റോങ് ആൻസർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിനില്ല. നമ്മുടെ റിട്ടൺ എക്സാമിന് ഒന്നുകിൽ ആൻസർ റൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻസർ റോങ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടും, കറക്റ്റ് അല്ല തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് വരും. അതല്ല നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിന് മാർക്കൊന്നും കിട്ടുകയില്ല, മാർക്കൊന്നും നഷ്ടപ്പെടുകയില്ല. അതങ്ങനെയാണല്ലോ റിട്ടൺ ടെസ്റ്റ്. പക്ഷെ ഈ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസില് അവര് എന്താ പറയേണ്ടത്, ഒരു റൈറ്റ് ആൻസർ, റോങ് ആൻസർ ഇല്ല. നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക.
പക്ഷെ ഓരോ ചോദ്യങ്ങൾക്കും പറയുമ്പം എന്ത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ, ആ ഒരു ചോദ്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പഠിപ്പിച്ചു തരാനായിട്ട് കഴിയുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്ക്, ഇത് ഇനി ഒരു ദിവസവും കൂടെ നമുക്ക് ഇതിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇതേപോലെ അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് മോക്ക് ഇന്റർവ്യൂസ് ആണ്. അപ്പൊ മോക്ക് ഇന്റർവ്യൂസിന് ഞാൻ ഒരു ഫോം നിങ്ങൾക്ക് തരും. ഒരു ഗൂഗിൾ ഫോം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടും. അതിനകത്ത് നിങ്ങൾ ഡേറ്റും ടൈമും ഒന്ന് ചൂസ് ചെയ്തോളുക. ഡേറ്റും ടൈമും അതിനകത്തൊന്ന് ചൂസ് ചെയ്യുന്ന അതനുസരിച്ചായിരിക്കും ഞാൻ ആ മോക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്ന് നിങ്ങളുമായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ സമയത്ത് വരുമ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ആ രീതികൾ ഉപയോഗിച്ച് നിങ്ങൾ അതിന് ആൻസേഴ്സ് തയ്യാറാക്കി നിങ്ങൾ പറയുകയാണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ പറ്റും. എന്തെങ്കിലും മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് അതിന്റെ ആ ഒരു മോക്ക് ഇന്റർവ്യൂവിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, അതായത് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ചോദ്യത്തിനും ഒരു ആൻസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അപ്രോച്ച്, പല അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ സ്റ്റാർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റാർ അപ്രോച്ച്, സ്റ്റാറില് എസ് സ്റ്റാൻഡ്സ് ഫോർ സിറ്റുവേഷൻ, ടി സ്റ്റാൻഡ്സ് ഫോർ ടാസ്ക്, എ ഫോർ ആക്ഷൻ ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ റിസൾട്ട്. അങ്ങനെയാണ് സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. അപ്പൊ ഇത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം സിറ്റുവേഷൻ, നമ്മുടെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് അവരിപ്പോ ഉദാഹരണത്തിന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഏതാണ്? അപ്പോ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സമാധാനശീലിയാണ് എന്നൊരു ആൻസർ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങ് നിർത്താം. പക്ഷേ അതല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിലും ഉപരി നമ്മൾ പോകണം. ഞാൻ ഭയങ്കര സമാധാനശീലിയാണെങ്കിൽ ആ സമാധാനം നിലനിർത്തുന്നത് കൊണ്ട് എന്തു ഗുണമാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ഉണ്ടായത്? അത് നമ്മൾ പറയണം. അത് പറയുമ്പോഴാണ് അതിന് ആ ആൻസർ ഒന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ആൻസർ ആകുന്നത്. അങ്ങനത്തെ ഓരോ ആൻസേഴ്സിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ അപ്രോച്ച് എടുക്കുന്നത്. അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ്? സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്തായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മളൊന്ന് പറയണം. ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, കാരണം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. പല മാർഗത്തിലൂടെ പോയി നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം. അപ്പം എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നണം എന്നില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ഉചിതമെന്ന് തോന്നുന്നത് മൂന്നാമതൊരു വ്യക്തിക്ക് ഉചിതം എന്ന് തോന്നണമെന്നില്ല. പക്ഷേ സാഹചര്യം ഒരേപോലത്തതാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച ആ ഒരു സാഹചര്യം, നിങ്ങൾ അനുഭവിച്ച ആ ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ആ വ്യക്തിയെ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് ഒന്ന് സിങ്ക് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നതിന്. അപ്പോഴേ നമ്മുടെ എന്താ പറയേണ്ടത്, ആക്ഷൻ നമ്മൾ അവിടെ ചെയ്തത് ആ ഒരു വ്യക്തിക്ക് ശരിക്ക് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ പറയണം. സോ അവർക്ക് മനസ്സിലാകും നമ്മൾ ആ ചെയ്തത് എന്തുകൊണ്ട് ഉചിതമായിരുന്നു എന്നുള്ളത്. ഇനി ടാസ്ക് എന്താണ്? ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിവതും ഈ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പ്രീവിയസ് ജോബുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ കൊണ്ടുവരാൻ. ഇനി നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കോളേജ് ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി വേണം അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പൊ ഇനി ഇതിനകത്ത് രണ്ടിലും നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചെകഞ്ഞ് നമ്മളൊരു സാഹചര്യം എടുക്കേണ്ടത്. അതിലെ കഴിവതും പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുക്കാതിരിക്കുക. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പേഴ്സണൽ. തുടക്കം മുതലേ നമ്മൾ കാണിക്കണം, അതായത് എന്റെ പേഴ്സണൽ ലൈഫ് ഡിഫറെന്റ് ആണ്, എന്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് എന്റെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും ഇടപെടില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ തുടക്കം മുതലേ കാണിക്കണം. ഓക്കെ, അപ്പോ
നമ്മൾ ആ ഒരു ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജോലിയിൽ ഇപ്പൊ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് പല ടാസ്കുകൾ നമുക്കുണ്ട് അല്ലെ. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. സോഷ്യൽ വർക്കർ ആണ് ജോബ് എന്ന് പറയുന്നത്. ഒരു ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. ആ ഒരു ജോലിയാണ് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പല ടാസ്കുകളുണ്ട് അല്ലെ. അതിൽ ഒരു ടാസ്ക് മാത്രമാണ് ഒരു ഡയറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിൽ ഒരു ടാസ്ക് മാത്രമാണ്. ഒരു സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ഒരു വ്യക്തിയുടെ പ്രശ്ന പരിഹാരം അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ടാസ്ക് മാത്രമാണ്. അതേപോലെ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഡയറ്റീഷ്യന്റെ മറ്റൊരു ടാസ്ക് ആണ്. ഡയറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു ടാസ്ക് ആണ്. പിന്നെ എന്താ പറയേണ്ടത്, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് മറ്റൊരു ടാസ്ക് ആണ്. ഇത് എല്ലാ ജോബിനും ഇതേ കണക്ക്. അപ്പൊ ഓരോ ജോബിനും നമുക്ക് ഒരുപാടധികം ടാസ്ക് ഉണ്ട്. അതിൽ ഏത് ടാസ്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമ്മളവിടെ പറയണം. കാരണം നമ്മുടെ ആ ഒരു സമയത്തെ ടാസ്ക് അനുസരിച്ച് നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മാർഗം ഉചിതമായിട്ട് വരും. ഇനി നമ്മൾ മൂന്നാമത് പറയേണ്ടത് നമ്മൾ എടുത്ത ആക്ഷൻ. ഇത് ഓരോ ക്രമത്തിൽ ഇങ്ങനെ പറയണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു കഥയില് കംപ്ലീറ്റ് ഒന്നിച്ചങ്ങ് വരും നമ്മൾ ആ സ്റ്റോറി പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഈ ഘടകങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതായത് അപ്പോ നമ്മൾ ഈ സിറ്റുവേഷനും ടാസ്കും പറയുന്ന കൂട്ടത്തില് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇത് പറയുന്ന കൂട്ടത്തില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു പ്രതിസന്ധി ആയിരുന്നു. ഇനി നമ്മൾ പറയേണ്ടത് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഒരു ആക്ഷൻ എടുത്ത് ഇനി ഇത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ആക്ഷൻ നമ്മൾ റിസോൾവ് ചെയ്തു. റിസോൾവ് ചെയ്തത് കൊണ്ട് എന്ത് ഗുണം ആർക്കൊക്കെ ഉണ്ടായി? അപ്പൊ അതിനകത്ത് ഗുണഭോക്താക്കൾ ആരൊക്കെ ആയിരിക്കണം? ഇപ്പൊ ഗുണഭോക്താക്കള് ഒന്ന് നമുക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഗുണം ഉണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് ഗുണം ഉണ്ടായിട്ടുണ്ടാകണം. ഇനി നമ്മൾ ആരെയാണോ സേവിക്കുന്നത് അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണങ്ങൾ മാത്രം, മെച്ചങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത്. ഓക്കെ. ഇത് അതിഭയങ്കരമായിട്ട് ഇരുന്ന് നമ്മൾ പ്രയത്നിക്കൊന്നും വേണ്ട. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ നമുക്ക് ആ ഒരു ആൻസറിൽ എത്താം. ഓക്കെ. അപ്പൊ ഈ ഒരു അപ്രോച്ച് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. നമ്മൾ ഉപയോഗിക്കും സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. ഇത് നാലും നമ്മൾ ഉപയോഗിക്കും. ഇനി നമുക്ക് ഇത് ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവര് നമ്മുടെ ഏറ്റവും ബലമുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവർക്ക് ഒരു താല്പര്യവും ഇല്ല. കാരണം ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിലപ്പം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അവരെ കാണാൻ ചിലപ്പം സാധ്യതയില്ല. കാരണം നമ്മുടെ കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഈ ഇന്റർവ്യൂസ് നടത്തുന്നത് PSC ആണ് അല്ലെ. അപ്പൊ PSCയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരിക. അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ കുറിച്ച് ആ ഇന്റർവ്യൂ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ബലം, സ്ട്രോങ് ഏരിയ എന്തായിരുന്നു, നമ്മുടെ വീക്ക് ഏരിയ എന്തായിരുന്നു, അവർക്ക് അതൊന്നും ഓർത്തിരിക്കാനുള്ള സമയവും ഇല്ല. അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നതുമില്ല. അപ്പോ പക്ഷേ അവര് നോക്കാൻ പോകുന്ന എന്താണ്? നമുക്ക് നമ്മുടെ സ്വന്തം സ്ട്രെങ്തിനെ കുറിച്ച് അറിയാമോ? ഒന്ന് അത് നോക്കും. രണ്ട്, നമ്മൾ റിയലിസ്റ്റിക് ആണോ എന്ന് പറഞ്ഞാ, ഞാനിപ്പോ പറയാണ്, എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഒരു മല വേണമെങ്കിൽ ചുമന്നു വരാം, ഹനുമാൻ ചെയ്തതുപോലെ. അത് റിയലിസ്റ്റിക് അല്ല അല്ലെ. അത് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും, അവർ ചിരിക്കുകയും ചെയ്യും. പക്ഷെ അന്നേരം അവര് ഈ ഒരു പോയിന്റിൽ നമ്മളെ മാർക്ക് ഡൗൺ ചെയ്യും. അതായത് ഈ വ്യക്തി പറയുന്ന ഒന്നും റിയലിസ്റ്റിക് അല്ല. പിന്നെ മൂന്നാമത്, നമുക്ക് ഈ ഉള്ള സ്ട്രെങ്ത് ആ ഒരു ജോലിക്ക് റെലവെന്റ് ആണോ എന്നുള്ളതും കൂടെ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രെങ്തിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യം ഏതൊരു സ്ഥലത്തും ചോദിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഉത്തരം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ആലോചിക്കണം. ആൻഡ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആൻസേഴ്സ് ഒക്കെ നമ്മൾ ആ ഇന്റർവ്യൂ സമയത്ത് അവരുടെ മുന്നിലിരുന്നല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്.
നമ്മളിങ്ങനെ ഒരു 10 ആൻസർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പരിചിതമല്ലാത്തൊരു ചോദ്യം വന്നാൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു ആൻസർ മെനഞ്ഞെടുക്കാം. പക്ഷെ നേരത്തെ കൂട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ തയ്യാറാക്കി തന്നെ വയ്ക്കണം. ഓക്കെ. അപ്പോ ഈ ഒരു ഉത്തരം നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴാണ് ഇത് അവസാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്ന് നോക്കണം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയും. എന്നിട്ട് പിന്നെ നമ്മൾ പറയേണ്ടത് എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആൻഡ് ഈ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് നമുക്ക് അവിടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. അപ്പോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മൾ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സ്ട്രെങ്ത് ഞാൻ ഉപയോഗിച്ചോ എന്നുള്ളത്. ഇനി ബേസിക്കലി നമ്മൾ ഇവിടെ എടുക്കുന്നത് ആ ഒരു ഫോർമുല നമ്മൾ എടുക്കുന്നു. അതായത് എന്റെ സ്ട്രെങ്ത് എന്താണ് എന്ന് ഞാൻ ആദ്യം പറയുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു. ആ സ്ട്രെങ്ത് എങ്ങനെയാണ് ഉപയോഗിച്ചത്, അതെങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നുള്ളത്. ഓക്കെ. എന്നിട്ട് നമുക്ക് പറയാം, ഇവിടെ ഓപ്ഷണൽ എന്ന് കൊടുത്തേക്കുന്നെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് കണക്കാക്കണ്ട, അതുണ്ടാക്കിയ ഇമ്പാക്റ്റും നമുക്ക് അവിടെ പറയാം. അപ്പൊ ഒരു സാമ്പിൾ ആൻസർ, ഈ ആൻസർ വിൽ റെസനേറ്റ് വിത്ത് ദ സ്റ്റാർ അപ്രോച്ച്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഈ ആൻസറിലൂടെ പറയുന്നത് എന്താണ്? എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഐ ക്യാൻ വർക്ക് അണ്ടർ എ ലോട്ട് ഓഫ് പ്രഷർ. ആൾക്കാർ പറയും എനിക്ക് ഒട്ടും പ്രഷറിൽ, എത്ര പ്രഷർ ഉണ്ടെങ്കിലും അത് എന്നെ ബാധിക്കില്ല, എനിക്ക് ആ ജോലി ചെയ്യാം. എനിക്ക് ഒരു സൂപ്പർവൈസർ വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ജോലി ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസർ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പറയുന്നത് ഞാൻ വളരെ പ്രൊആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഒരു ശീലക്കാരൻ റിയാക്റ്റീവായിട്ടേ ജോലി ചെയ്യത്തുള്ളൂ. എപ്പോഴും ഒരാൾ വടിയായിട്ട് പിന്നാലെ നിൽക്കണമെങ്കിൽ മാത്രമേ ആ വ്യക്തി ജോലി ചെയ്യൂ. അപ്പൊ അതൊക്കെ നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് പറയാം. എനിക്ക് ഭയങ്കര അധികം എനിക്ക് ദേഷ്യം വരില്ല, അത് ഒരു സ്ട്രെങ്ത് ആയിട്ട് ആൾക്കാർ പറയും. അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് ആലോചിച്ച് നോക്കി. അപ്പൊ ഇവിടെ ആ ഒരു കഥ ഞാൻ തുടങ്ങിയാണ്. ഒരു കമ്പനി എക്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഡെലിവറി സൂപ്പർവൈസർ ആയിരുന്നു. നോക്ക്, എന്റെ ടാസ്ക് ഇതായിരുന്നു, ഡെലിവറി സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ കമ്പനി എക്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഡെലിവറി സൂപ്പർവൈസർ. ആദ്യം തന്നെ ഞാൻ എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞ് എനിക്ക് എന്തുമാത്രം പ്രഷർ ഉണ്ടെങ്കിലും അതിനെ എനിക്ക് തരണം ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ പറയുന്നത് ഐ ഫേസ്ഡ് മെനി ചാലഞ്ചസ് ഇൻ ബീങ് ഏബിൾ ടു അറേഞ്ച് ഡെലിവറീസ് ഓൺ ടൈം. അപ്പൊ ഡെലിവറി സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നത് ആമസോൺ പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ആ ഒരു കമ്പനിയിലാണ് ഈ ഒരു ഡെലിവറി സൂപ്പർവൈസർ എന്നിട്ടുള്ള ആ ഒരു പൊസിഷൻ അവിടെ വരിക. അപ്പൊ ആ കോവിഡ് പാൻഡമിക്, ഇത് ജീവിതത്തിൽ എപ്പോ നടന്ന ഒരു സംഭവം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ കോവിഡിന്റെ സമയത്ത് ഈ ഡെലിവറീസ് കൃത്യസമയത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇതാണ് എന്റെ പശ്ചാത്തലം. അപ്പോ ഞാൻ ഡെലിവറി സൂപ്പർവൈസർ ആണ്, എന്റെ ടാസ്ക്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോവിഡ് സമയമാണ്, എനിക്ക് ഡെലിവറി കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് എന്റെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം വന്നു? കാരണം എന്റെ ഡെലിവറി സ്റ്റാഫ് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ സൂപ്പർവൈസർ ആണെങ്കിൽ എന്റെ കീഴിൽ ഒരു 10-15 ഡെലിവറി സ്റ്റാഫ് കാണും. അവരാണ് സത്യത്തിൽ ആ സ്കൂട്ടറിൽ കയറി സാധനങ്ങൾ ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നത്. അവര് പണിക്ക് വരുത്തില്ല എല്ലാ ദിവസവും. എന്നാ അവര് എന്നെ വിളിച്ച് നേരത്തെ അറിയിക്കോ? അതുമില്ല. അവരെന്നെ വിളിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ജോലിക്ക് വരണം എന്ന് പറയും. അവര് വിളിച്ചറിയിക്കത്തുമില്ല. അവര് കോവിഡ് സമയമല്ലേ, പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവര് വരുത്തുമില്ല. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് ഡെലിവറി നടത്താനായിട്ട് പറ്റുമോ? പറ്റില്ല. അപ്പോ അവിടെ ഒരു പ്രശ്നം വന്നു, ഒരു സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പൊ അത് എനിക്ക് ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ ഞാനാണ് കസ്റ്റമേഴ്സിന് ആൻസർ ചെയ്യേണ്ടത്, ഞാനാണ് ആ സാധനം അയച്ച കമ്പനിക്ക് ആൻസർ ചെയ്യേണ്ടത്, ഞാനാണ് മാനേജ്മെന്റിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ പ്രഷറും എന്റെ തലയിലാണ് വരുന്നത്. ബട്ട് ഞാൻ കൂളാണ്. കാരണം എന്താ? ഞാൻ പ്രഷർ ഒന്നും എടുക്കാറില്ല, ഞാൻ കൂളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഒരു ഉത്തരവാദിത്വം സ്വയമേ അങ്ങ് ഏറ്റെടുത്ത് എല്ലാ ദിവസവും രാവിലെ എന്റെ ഈ 15 ഡെലിവറി ബോയ്സിനെയും ഞാൻ അങ്ങോട്ട് വിളിക്കും. രാവിലെ ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കും. സുഖമാണോ, ഇന്ന് വരാൻ പറ്റുമോ ജോലിക്ക് എന്നുള്ള കാര്യം ഞാൻ അവരോട് വിളിക്കുന്നത്. അപ്പൊ 15 പേരുടെ ലിസ്റ്റ് മുന്നിൽ വെച്ചിട്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. ഞാൻ അപ്പൊ ആ ഒരു ജോലി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഇന്ന് 15 എണ്ണത്തില് 5 ജോലിക്ക് വരും, നാളെ 7 ജോലിക്ക് വരും. എനിക്കതറിയാം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ കൂട്ടി എനിക്കത് അറിയാവുന്നത് കൊണ്ട്
അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ 5 പേരെ കൊണ്ട് ഡെലിവറി ചെയ്യിപ്പിക്കും. അന്നത്തെ ദിവസം ഡെലിവറി ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളെല്ലാം ആ കസ്റ്റമേഴ്സിനെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റും, സർ ഇന്ന് നിങ്ങളുടെ ഡെലിവറി നടക്കില്ല, ഇന്ന് സ്റ്റാഫ് കുറവാണ്, നാളെയേ നടക്കും. നോക്ക്, അപ്പൊ എല്ലായിടത്തും അതേപോലെ നേരത്തെ കൂട്ടി മാനേജ്മെന്റിന് എനിക്കൊരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും, ഇത്ര പേര് ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ഡെലിവറീസ് ഇന്ന് നടത്തി. അവിടെ ഞാൻ പറയത്തില്ല നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നടത്തി എന്നുള്ള എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ അങ്ങ് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് സാധിച്ച്, ഡെലിവറീസ് നടത്താൻ പറ്റുന്നത് നടത്താൻ സാധിച്ച്, നടത്താൻ കഴിയാത്ത ഡെലിവറീസ് അവരെ വിളിച്ച് മറ്റൊരു ദിവസം അത് ഡെലിവറി ചെയ്യാമെന്ന് പറയാനും പറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു പ്രശ്നം പരിഹരിച്ചില്ലേ. അപ്പൊ എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എനിക്ക് ഇതേപോലെ എന്താ പറയേണ്ടത്, എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എനിക്ക് ആ പ്രഷറിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പ്രഷറിൽ ഞാൻ മടങ്ങി പോകുന്ന വ്യക്തി അല്ല. അതേപോലെ നിങ്ങൾ ചിന്തിച്ചോളൂ, എന്താണ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് എടുക്കാൻ സാധിക്കുക. നിങ്ങൾ ആ നോട്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പല തരത്തിലുള്ള സ്ട്രെങ്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് ഒരു ആൻസർ ആക്കി ഇതേപോലെ വെച്ചു. നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഇവിടെ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു 40, 50, 60 സെക്കൻഡിൽ നിങ്ങളുടെ ആൻസർ അങ്ങ് തീരും. ഓക്കെ, അപ്പൊ അതൊന്ന്. ഇനി ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ, വിവരിക്കാമോ, പറയാമോ എന്നൊക്കെയുള്ളത് ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പിന്നിലെ റീസൺ എന്താണ്? ഈ ഒരു ചോദ്യത്തിന്റെ പിന്നിലെ റീസൺ എന്ന് പറഞ്ഞാല്, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോ തന്നെ നിങ്ങളോട് നിങ്ങളുടെ പോരായ്മ എന്തെന്ന് പറയാനായിട്ട് പറയുമ്പോൾ തന്നെ നമുക്കൊരിച്ചിരി ടെൻഷൻ വരും അല്ലെ. കാരണം എന്നോട് എന്റെ ബലഹീനതയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, എന്റെ പ്രശ്നത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി എനിക്ക് അന്നേരം ഒരു ടെൻഷൻ അവിടെ വരും. അപ്പൊ അങ്ങനെ ഒരു റിയൽ ടൈം ടെൻഷനില് നമ്മൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് അവർക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും കഴിഞ്ഞ ക്വസ്റ്റ്യനിലുള്ളതുപോലെ സെൽഫ് അവെയർനെസ്, സത്യസന്ധത, സെൽഫ് ഇംപ്രൂവ്മെന്റ്. നമുക്ക് എല്ലാം ബലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഇല്ല. അപ്പൊ നമ്മുടെ ബലഹീനത എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പരിഹരിച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് മാറാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ജോലിയിൽ വരുന്ന മാറ്റങ്ങൾ, സർക്കാരിന്റെ പോളിസിയിൽ മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ കൊടി പിടിക്കാതിരിക്കാതെ നമുക്ക് ആ മാറ്റങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ? ഇതിനൊക്കെയുള്ള കഴിവ്, അതിനൊക്കെയുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീക്ക്നെസ് ചോദ്യം വരുന്നത്. മേ ബി നിങ്ങൾ ഒരു വീക്ക്നെസ്സും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്താണ് എന്റെ വീക്ക്നെസ്. ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറയും, ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കും, അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു വീക്ക്നെസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ സമയത്ത് അങ്ങനെ പോയി നമ്മൾ പറയരുത്. അത് ശരിക്കും നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലെ, ഒരു ഹോബി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പോരായ്മയാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു വീക്ക്നെസ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ഇവിടെയും നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഈ ഒരു വീക്ക്നെസ് പരിഹരിച്ച് ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവിടെ പറയാം. അപ്പൊ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാല് ഞാൻ ആ വീക്ക്നെസ്സിനെ താങ്ങി പിടിച്ചോണ്ട് നടക്കത്തില്ലല്ലോ. അപ്പോഴേ ഞാൻ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്നൊരു പരിഹാരം ഞാൻ കാണും. ആ വീക്ക്നെസ്സിനെ നമ്മുടെ ഒരു ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആക്കി നമുക്ക് മാറ്റാം. അപ്പൊ ഇനി ഈ വീക്ക്നെസ് തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വീക്ക്നെസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മള് ഇപ്പം നിങ്ങളുടെ ജോബ് നിങ്ങൾ എടുക്കുക, ഡയറ്റീഷ്യൻ. ഓക്കെ, ആ ഒരു ജോബില് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യം എന്നുള്ളതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, പേഷ്യൻസ് വേണം, നിങ്ങൾക്ക് പ്രഷർ ഉള്ള സമയത്ത് സമാധാനമായിട്ട് നിന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കണം, വളരെ അധികം പ്രൊഫഷണലിസം നിലനിർത്താനായിട്ട് കഴിയണം അല്ലെ. അതാണ് ഒരു ഡയറ്റീഷ്യൻ. അതേപോലെ ആലോചിച്ച് നോക്കുക, ഒരു ICDS സൂപ്പർവൈസർക്ക് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? നിങ്ങൾ സൂപ്പർവൈസർ ആണ്, അപ്പൊ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് വേണം, നിങ്ങളുടെ കീഴിലുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ അറിയണം. അതേപോലെ എന്താ പറയേണ്ടത്,
വളരെ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട സ്കിൽസ്. ജസ്റ്റ് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു ജോബിൽ എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് വേണം. അത് ഒരു സൈഡിൽ നമ്മൾ എഴുതുക. ഇത് കണക്കൊരു പേപ്പറിന് രണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ നമുക്ക് ആ ജോലിക്ക് വേണ്ട സ്കിൽസ്, ഇനി ആ പേപ്പറിന്റെ മറ്റ് സൈഡില് നമ്മൾ എഴുതുക നമുക്ക് ഓൾറെഡി ഉള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് ഇതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഉള്ള സ്കിൽസ് ഈ ജോലിയുടെ സ്കിൽസുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തേക്കുന്നത് ഒരു റെസ്റ്റോറന്റിലെ ഒരു വെയിറ്റർ. ആ വെയിറ്റർക്ക് വേണ്ട സ്കിൽസ് ആണ് ഇവിടെ 8 ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വെയിറ്ററുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ജോലിയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പൊ എല്ലാ ദിവസവും കൃത്യമായിട്ട് പണിക്ക് വരിക, എത്ര പ്രഷർ ഉണ്ടെങ്കിലും ഷുഡ് ബി ഏബിൾ ടു വർക്ക് വെൽ, പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കണം, ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ടീം എൻവയൺമെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഒരു വെയിറ്റർക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഒറ്റയ്ക്ക് ജോലി ചെയ്യാനാണെങ്കിൽ എന്താ പറയണ്ടേ, ആ വെയിറ്റർ തന്നെ ഭക്ഷണം എടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പ്ലേറ്റ് എടുക്കാനും എല്ലാത്തിനും നിൽക്കണം. ഒരു തട്ടുകടയിൽ പോയാൽ പോലും അവിടെ പൊറോട്ട ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ഒരാളുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കാൻ വേറൊരാളുണ്ട്, ഇതൊക്കെ കൊണ്ടുതരാനായിട്ട് വേറൊരാളുണ്ട്, കാശ് മേടിക്കാൻ വേറൊരാളുണ്ട് അല്ലെ. അതുപോലും അവിടെയും പല രീതിയിലുള്ള ആൾക്കാർ അവിടെയുണ്ട്. ഇനി വളരെ പോസിറ്റീവായിട്ട് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് മറന്നു പോകാതെ നോക്ക്. എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനവും നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ അത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം. അപ്പൊ ആ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതാണ്. സ്പീഡ് ഉണ്ടായിരിക്കണം, ആക്യുറസി ഉണ്ടായിരിക്കണം. ആക്യുറസി എങ്ങനെയാണ്? നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ മേശപ്പുറത്ത് തന്നെ വരണം, അല്ലാതെ അത് അടുത്ത മേശപ്പുറത്ത് പോയിട്ട് പിന്നെ അവരുടെ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അതല്ല ആക്യുറസി എന്ന് പറയുന്നത്. ഇനി ഫോളോ ത്രൂ, വെള്ളം വേണോ, 2 പൊറോട്ടയും കൂടെ എടുക്കട്ടെ എന്നൊക്കെ വന്ന് ചോദിക്കുന്നത്. ആൻഡ് മൾട്ടി ടാസ്കിങ്, ഓർഡർ എടുക്കുന്ന, സാധനം കൊടുക്കുന്ന, ഈ എടുത്ത ഓർഡർ കൊണ്ട് കിച്ചണിൽ ഏൽപ്പിക്കുന്ന, വെള്ളം കൊടുക്കുന്ന, ബില്ല് എഴുതുന്ന, ബില്ല് കൊടുക്കുന്ന, ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു വ്യക്തി. ഇനി ക്യാൻ ലേൺ ആൻഡ് റീറ്റെയിൻ ഇൻഫർമേഷൻ. ഭക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ പേരുകൾ, അതിന്റെ വില, ഇതൊക്കെ പഠിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് നല്ല ലിസ്ണിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ട് കഴിയണം. ഇത്രയും സ്കിൽസ് ഒരു വെയിറ്റർക്ക് വേണം. എന്നാ ഒരു വെയിറ്ററുടെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് എനിക്ക് ഏതൊക്കെ സ്കിൽസ് ഓൾറെഡി ഉണ്ട്. എനിക്ക് ടൈം മാനേജ്മെന്റ് എനിക്ക് പറ്റും, എനിക്ക് ഐ ക്യാൻ വർക്ക് അണ്ടർ പ്രഷർ, ഞാനൊരു ടീം പ്ലെയർ ആണ്, എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, എന്നാൽ എനിക്ക് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസും ഉണ്ട്. പക്ഷെ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് ഇവിടെ വേണ്ട. ഈ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറയുന്നത് കസ്റ്റമറിനെ മാനേജ് ചെയ്യുന്ന സ്കിൽ അല്ല, അത് കസ്റ്റമർ മാനേജ്മെന്റ് സ്കിൽസ് ആണ്. ഇത് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന വ്യക്തികളെ മാനേജ് ചെയ്യുന്ന സ്കിൽസ് ആണ് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ്. അപ്പൊ ഇവിടെ ICT സൂപ്പർവൈസറിന് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് വേണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് ആണ്. കാരണം എന്താ, എന്റെ ഏറ്റവും വലിയ ബലഹീനത ഇതാണ്, അല്ലെങ്കിൽ എന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എനിക്ക് ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പക്ഷെ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് കഥ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അപ്പൊ നോക്കി, ഇത് നാലും ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല? കാരണം വളരെ എനിക്ക് സേഫ് ആയിട്ട് നിൽക്കണം. ഞാനിപ്പോ ഈ അപേക്ഷിച്ചിരിക്കുന്ന ജോലിക്ക് വേണ്ട ഒരു സ്കിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു കുളമാക്കുന്നില്ല, അതിന് വേണ്ടാത്ത ഒരു സ്കില്ല് അങ്ങ് ചൂസ് ചെയ്യാം. അതുകൊണ്ട് അപ്പൊ പറയുമ്പോ നമുക്ക് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാലും നമ്മളതൊന്ന് പറഞ്ഞ് ആ ഉദ്ദേശം അങ്ങ് 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 നടത്തിയെടുത്താൽ മതി. അപ്പൊ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറയുന്നത് ഈ ജോബിന് ആവശ്യമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഫോർമുല ഇതാണ്. എന്താണ് ആ പ്രശ്നം എന്ന് പറയുക, എന്നിട്ട് അത് റിസോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ആക്ഷൻ എടുത്തു, ആൻഡ് ആ ഒരു വീക്ക്നെസ്സിനെ നമ്മൾ എങ്ങനെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഒരു സാമ്പിൾ ആൻസർ ഇതാണ്. നമുക്ക് പറയാം, എന്റെ കഴിഞ്ഞ ജോലിയില് എനിക്ക് ഞാനൊരു റെസ്റ്റോറന്റില് ടൈം കീപ്പർ ആയിരുന്നു. ഇപ്പൊ ടൈം കീപ്പറിന്റെ ജോലി ഇല്ല കേട്ടാ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ടൈം കീപ്പറിന്റെ ജോലി ഉണ്ട്. ആ ഒരു വ്യക്തി ഒരു പേപ്പറും ആയിട്ട് ഇരിക്കും, ഓരോരുത്തരുടെ വരുന്ന സമയം പോകുന്ന സമയമൊക്കെ എഴുതുന്നതിന്. ഇപ്പൊ എല്ലാം ആക്സസ് കാർഡാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താം എന്നുള്ളതാണ്, അല്ലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കണ്ടെത്താം. അപ്പോ ഈ ഒരു ജോലിയിൽ എന്തായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്? ഇതിവിടെ ടാസ്ക് ആണ് ഈ പറഞ്ഞേക്കുന്നത് ചുവപ്പ് കളറിൽ. അതായത് ആൾക്കാര് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കൃത്യസമയത്തും അത് നിർത്തിയത് അവരവരുടെ ഷിഫ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ആൻഡ് അവർക്ക് ബ്രേക്ക് എടുക്കുന്നത് അവരുടെ ബ്രേക്ക് ടൈമിൽ മാത്രമാണ് എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓരോ ദിവസവും അവർക്ക് ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കണം ഇതിൽ എന്തെങ്കിലും ഒരു സമയലംഘനം വന്നാൽ. അപ്പൊ ഞാൻ ഈ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വളരെ അറഗന്റ് ആയിട്ട്, വളരെ ദേഷ്യപ്പെട്ടായിരുന്നു ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ വെയിറ്റേഴ്സിന് എന്താ പറയേണ്ടത്, അവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ വരാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും ആത്മാർത്ഥത നമുക്ക് ആ ജോലിയോട് ഉണ്ടാവില്ല. അത് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്റെ ജോലി അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരുന്ന പണി എന്ന് പറയുന്നത് അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി, വളരെ ലൈറ്റ് ആയിട്ട്. ഇന്ന് 2 മിനിറ്റ് ലേറ്റ് ആയിരുന്നേ, നാളെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് 2 മിനിറ്റ് ലേറ്റ് ആയി. അവിടെ ഒരു കസ്റ്റമർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാ പിന്നെ നിങ്ങൾ ജോലിക്ക് കയറിയത്? ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാനിത് മുകളിലോട്ട് പറയും, ഞാൻ മുതലാളി എടുത്ത് പറയും. മുതലാളി എടുത്ത് പറഞ്ഞിട്ട് ചിലപ്പം എന്താ പറയേണ്ടത്, വേറെ ജോലി നോക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് ആർക്കായിരുന്നാലും ഒരു വിഷമം വരത്തില്ലേ? അപ്പൊ എന്താ സംഭവം, ഇത് എന്റെ മുതലാളിയുടെ ചെവിയിൽ എന്തായാലും എത്തി. ഞാൻ ഇതേ കണക്ക് ആവശ്യമില്ലാതെ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നു. അപ്പൊ എന്റെ മുതലാളി നല്ല മനുഷ്യനായതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് ഈ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ പറഞ്ഞത്, അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഒരു ചെറിയ ട്രെയിനിങ്ങിന് അയക്കാം. നീ പോയി ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ജോലിയിൽ കയറിയാൽ മതി. ട്രെയിനിങ് ആകെ 2 ദിവസത്തെ ട്രെയിനിങ്, 2 മണിക്കൂറിന്റെ ട്രെയിനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ആൾക്കാർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങിന് ഞാൻ പോയി. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്ന് നല്ലതുപോലെ ഞാൻ എങ്ങനെയാണ് എന്റെ ജോലി ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കി എനിക്ക് ഫീഡ്ബാക്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ റിസൾട്ട് നോക്കിയേ. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആൾക്കാർ എന്റെ ഫീഡ്ബാക്ക് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, 80% ആൾക്കാര് അവിടെ കൃത്യസമയത്ത് ജോലിക്ക് എത്താനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഈ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. മാനേജ്മെന്റ് വളരെയധികം ഇംപ്രസ്ഡ് ആയി. അതുകൊണ്ട് അവരെനിക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തന്ന്, എന്താണ്, മറ്റ് സെക്ഷൻസിലെ സ്റ്റാഫിന്റെയും കൂടെ ടൈം മാനേജ് ചെയ്യുന്നതിന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ, അപ്പൊ നല്ല കാര്യം ചെയ്തിട്ട് പോയി കൂടുതൽ ജോലി മേടിച്ചെടുത്തല്ലേ? അതൊരു സർക്കാർ ജോലിയുടെ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ അത് 2-3 കാര്യങ്ങളുടെ ഒരു സൂചനയാണ്. ഒന്ന്, ശമ്പള വർധനവ് അടുത്തത് വരുമ്പോഴത്തേക്ക് നല്ല ഒരു വർധനവ് പ്രതീക്ഷിക്കാം. 2, അതോടൊപ്പം ചിലപ്പം ഒരു ജോലി കയറ്റം പ്രതീക്ഷിക്കാം. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഈ 2 കാര്യങ്ങളുടെ ഒരു സൂചനയാണ് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടി എന്നുള്ളതാണ് അവിടെ അങ്ങനെ വരുന്ന ആരാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു ആൻസർ നമുക്ക് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നോക്ക്. അപ്പൊ ഇവിടെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വീക്ക്നെസ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ആ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാനത് പരിഹരിക്കാനായിട്ട് എടുത്ത നടപടികൾ, പരിഹരിച്ചതിന് ശേഷം അത് ഉണ്ടാക്കിയ റിസൾട്ട് എന്തൊക്കെ രീതിയിൽ അത് ബാധിച്ച്, അതെന്നെ ബാധിച്ച് പോസിറ്റീവായിട്ട്, എന്റെ കമ്പനിയെ ബാധിച്ച്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കി. ഈ രീതിയിൽ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് വീക്ക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും നമ്മൾ അവിടെ പറയേണ്ടതും. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യം, അഥവാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഓക്കെ, നിങ്ങളടുത്ത് ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് ഉചിതമായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഒന്ന്, എന്താ പറയേണ്ടത്, ഞാൻ ഈ ഒരു ജോലിക്ക് ആവശ്യത്തിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്, ഇന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നമ്മൾ പറയണം. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സെലക്ഷൻ പ്രൊസീജിയറായ എന്താ പറയേണ്ടത്, റിട്ടൺ ടെസ്റ്റ് ഞാൻ നല്ല മാർക്കോടുകൂടി കവർ ചെയ്തു. ഞാനിപ്പം ഈ ഒരു ഫൈനൽ ഇന്റർവ്യൂ സ്റ്റേജിൽ എത്തിയിരിക്കുക. അപ്പോ എനിക്ക് ആ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ജോലിക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് മാത്രമല്ല, ഞാൻ വളരെയധികം പാഷനേറ്റ് ആണ് ഈ ഒരു ജോബിനെ കുറിച്ച്.
അങ്ങനെ ഒരു ലൈനും കൂടെ വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്കിൽസ് എന്താണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഈ ജോബിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് നമ്മൾ അവരോട് കൊടുക്കേണ്ട ആ ഒരു ഉത്തരം. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നാം, ഇങ്ങനെ ഇത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനാണോ ഇതിട്ട് പറയേണ്ടത്, ഈ ജോലിക്ക് ഞാൻ സൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. വീണ്ടും ഇവിടെ ആ ഒരു സെൽഫ് അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇത് ഇല്ല, നിങ്ങൾക്ക് എന്തായിരുന്നാലും PSC തലത്തിൽ ഈ ഒരു ചോദ്യം വരില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദീർഘനാൾ, നിങ്ങളെ സെലക്ട് ചെയ്താൽ ദീർഘനാൾ ഈ കമ്പനിയിൽ നിങ്ങൾ നിൽക്കുമോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി പ്രൈവറ്റ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾ ഈ കമ്പനിയിൽ എന്ത് സ്ഥാനം നേടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് ഒരു ബിസിനസ് ചാലഞ്ച് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ച് പറയാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജോലിയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിനെ കുറിച്ച് പറയാമോ? അതിനെ എങ്ങനെ നിങ്ങൾ തരണം ചെയ്തു? ഇവിടെ വീണ്ടും നമ്മുടെ സ്റ്റാർ അപ്രോച്ച് നമ്മൾ എടുക്കുക. സ്റ്റാർ അപ്രോച്ച് എടുത്തിട്ട് ഇതിന് ഒരു ആൻസർ നിങ്ങൾ തയ്യാറാണ്. അപ്പൊ അതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം, ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിനെ എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയി ഇതിന്റെ ഒരു ആൻസർ ഒന്ന് തയ്യാറാക്കുക. ആൻഡ് അടുത്ത ക്ലാസ്സിൽ, അതായത് അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ തന്നെയാണ് അടുത്ത ക്ലാസ്. അപ്പൊ നമ്മുടെ തിയറി ക്ലാസ്സസ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആകും. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയിപ്പം നോക്കാനുള്ളത്. അപ്പൊ ടെക്നിക്കൽ എന്ന് ഞാൻ പറയുന്നത് അവര് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരിക. അപ്പൊ ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് ഓൾറെഡി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ട്സ് ഞാൻ ഇന്ന് ഞാൻ വെച്ചു ഒന്ന് നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പൊ ഒന്ന് ഇതിപ്പം നോക്ക്, ഡയറ്റീഷ്യന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഒന്ന്, നിങ്ങളുടെ സിലബസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇത് കുറച്ചധികം എന്താ പറയേണ്ടത്, റിസർച്ചും കൂടെ നടത്തിയിട്ടാണ് ഞാൻ ചില ഇൻഫർമേഷൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഈ അഡ്ഡയുടേത് എടുത്തിട്ടുണ്ട്, ഇത് യൂട്യൂബിൽ നിന്ന്, എൻട്രി ആപ്പിൻ്റെത്, PSCയിൽ തന്നെ വന്നിട്ടുള്ളത്, റിസർച്ച് ഗേറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതേപോലെ WCD കേരള ഗവൺമെന്റിന്റെ ചില സംഗതികളാണിത്. അപ്പോ നമുക്ക് ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. ക്വസ്റ്റ്യൻസും കുറെ സംഗതികളും ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് എങ്ങനെ നമുക്ക് ഈ ആൻസർ ഉള്ളത് നമുക്ക് നാളത്തെ ദിവസം നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ICDS സൂപ്പർവൈസറിനും ഇതിനെ പോലെ സെയിം ആയിട്ട് ആ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയേണ്ടത്, ഇത് ആ മാനുവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം മാനുവലിൽ ഒരുപാടധികം ഷോർട്ട് ഫോംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. AWC എന്ന് പറഞ്ഞാല് അംഗൻവാടിയാണ്. അതായത് 20 മുതൽ 25 അംഗൻവാടി വരെയാണ് ഒരു ICDS സൂപ്പർവൈസർ മാനേജ് ചെയ്യേണ്ടി വരിക. ഓക്കെ, പിന്നെ SNP എന്ന് പറയുമ്പോൾ സപ്ലിമെന്ററി ന്യൂട്രീഷണൽ പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഷോർട്ട് ഫോമിൽ അവര് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് നമ്മൾ അറിയണം. AWW എന്ന് പറയുന്നത് അംഗൻവാടി വർക്കേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോ ആ മാനുവല് നോക്കാം, അല്ലെങ്കിൽ മാനുവലിനെ തന്നെ എടുത്തിട്ടാണ് ഇവിടെ ചോദ്യങ്ങളാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളും കൂടെ നിങ്ങൾ ഒന്ന് ക്വിക്കായിട്ടൊന്ന് വായിച്ചു നോക്കിക്കോളുക. വായിച്ചു നോക്കിയിട്ട് നാളെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ബാക്കി പിന്നെ എന്താ പറയേണ്ടത്, കുറെ അധികം ICDS സൂപ്പർവൈസേഴ്സിന് ഈ നോട്ട്സ് തന്നെ ഉണ്ട്. 47 പേജ് ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട, ഒരു പേജിൽ 3 or 4 ഒക്കെ ചോദ്യങ്ങളേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻസിന് 18 പേജിന്റെ ഒരു ഇതാണ് അതിനകത്ത് വരിക മൊത്തം. അപ്പോ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ഏതൊക്കെ ആംഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാമെന്നുള്ളത്. അപ്പൊ എല്ലാത്തിനും ഞാൻ ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടില്ല, പക്ഷെ കുറെ അധികം ഞാൻ സാമ്പിൾ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ
നമുക്ക് കൊടുക്കാം എന്നുള്ളത്. സോ ടുമോറോ മോർ ഓർ ലെസ് നമുക്ക് ഡിസ്കസ് ചെയ്ത ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് ചോദിച്ച് അവര് എന്താ പറയണ്ടത്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു നാളത്തെ ഒരു ദിവസം. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ വിൽ സെൻഡ് യു ഗൈസ് എന്താണ് ഇത് ഒരു ഫോം ഞാൻ അയച്ചു തരും. ആ ഫോമിൽ നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് പറഞ്ഞോളുക എപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈം, അതായത് മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമും ഡേറ്റും. അപ്പൊ ആദ്യം നമ്മൾ ICDS-കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ICDS-കാരുടെ അടുത്ത മാസമാണല്ലോ ഇന്റർവ്യൂ, അതിനുശേഷമാണ് ഡയറ്റീഷ്യൻസിന്റെ. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഇന്റർവ്യൂ ഡേറ്റിനേക്കാളും ഒരുപാട് മുന്നേ നമ്മൾ ആ ഒരു മോക്ക് ഇന്റർവ്യൂ നടത്തി വെക്കുന്നതിനേക്കാളും അവർ ഇന്റർവ്യൂ ഡേറ്റിന്റെ ഏകദേശം ഒരു 3-4 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സമയമുള്ളപ്പോൾ മോക്ക് ഇന്റർവ്യൂ നടത്തുന്നതാണ് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതിന് വേണ്ടി. അതാണ് ബെറ്റർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത അനുസരിച്ച് ഗൈസ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? എന്തെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ? ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഈ സ്ക്രീനിൽ കാണിച്ച ഈ ക്വസ്റ്റ്യൻസും അതിന്റെ സാമ്പിൾ ആൻസേഴ്സും അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് നാളത്തേക്കുള്ള നോട്ട്സും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് പ്രിപ്പയർ യുവർ സെൽഫ്സ് ആൻഡ് കം ഫോർ ടുമോറോസ് ക്ലാസ്. നാളത്തെ ക്ലാസ് 8 മണിക്കോ 8:30-ക്കോ എന്നുള്ളത് ടൈം ഞാൻ നാളെ ഗ്രൂപ്പിൽ ഇടാം, അതനുസരിച്ച് ജോയിൻ ചെയ്താൽ. Okay, so thank you for joining me today and you have a good night. Thank you.